വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്സ് ഡെയിലി ന്യൂസ് ഡെസ്ക്. എല്ലാവർക്കും ദക്ഷിണ ലേണിംഗ്സിന്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഇന്നത്തെ ന്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹോണർ ഇന്ത്യസ് ലെഗസി, ഡിഫെൻഡ് ഇറ്റ്സ് ഡെമോക്രസി. സെക്കൻഡ്, സെറിമോണിയൽ ഹെഡ്സ്. തേർഡ്, ഷുഡ് HIV or AIDS testing be made mandatory before marriage? Fourth, only united action can stop the Hyacinth invasion. അപ്പൊ നമുക്ക് ഓരോ ന്യൂസും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്ക് ഒന്നാമത്തെ ന്യൂസ് എന്താണെന്ന് നോക്കാം. ഹോണർ ഇന്ത്യസ് ലെഗസി, ഡിഫെൻഡ് ഇറ്റ്സ് ഡെമോക്രസി. ഇതൊരു എഡിറ്റോറിയൽ ആണ്, നമ്മുടെ കേരള ചീഫ് മിനിസ്റ്റർ എഴുതിയ ഒരു എഡിറ്റോറിയൽ ആണ്. ഇതിനകത്ത് എന്താ പറയുന്നത് വെച്ചാൽ, ഇന്ത്യയുടെ ആ ഇൻഡിപെൻഡൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതായത് ഒരു ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള ഒരു ജേർണി, അതിലുണ്ടായിരുന്ന കാര്യങ്ങൾ, എസെൻസ് ഓഫ് നാഷണലിസം ആൻഡ് ചലഞ്ചസ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവേണൻസ് ആൻഡ് ഫെഡറലിസം. ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ നോക്കുകയാണെങ്കിൽ എന്താ, of socio-economic inequality, majoritarian politics, erosion of cooperative federalism, misuse of constitutional offices. ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ എഡിറ്റോറിയൽ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇതിന്റെ കീ തീംസ് ആൻഡ് ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് നമ്മളുടെ ഫ്രീഡം ഫൈറ്റേഴ്സ്, അതായത് ഇപ്പം ഒരു ഫ്ലാഗിൽ നിന്ന് മറ്റൊരു ഫ്ലാഗിലേക്ക്, അതായത് ബ്രിട്ടീഷിൽ നിന്ന് ഇന്ത്യക്ക് ഒരു സ്വാതന്ത്ര്യം എന്ന് മാത്രമല്ല മീൻ ചെയ്തത്, മറ്റെന്തൊക്കെയാണ് അവർ മീൻ ചെയ്തത്? ഇന്ത്യയിലെ ഓരോ ജനങ്ങൾക്കും എന്തുറപ്പ് വരുത്തണമെന്നാണ്? പ്രോസ്പെരിറ്റി, ഈക്വാലിറ്റി ബിഫോർ ലോ, ഈക്വൽ ആക്സസ് ടു റിസോഴ്സസ് ആൻഡ് സെൽഫ് ഡിഗ്നിറ്റി. ഇതാണ് ഫ്രീഡം ഫൈറ്റേഴ്സ് ഉദ്ദേശിച്ച, അല്ലെങ്കിൽ ഓരോ ജനങ്ങൾക്കും, ഇന്ത്യയിലെ ഓരോ ജനങ്ങൾക്കും എൻഷുർ ചെയ്യാൻ അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു ട്രൂ നാഷണലിസ്റ്റ് എന്താന്ന് നോക്കിയാൽ തന്നെ ഇംപ്രൂവ് ലിവിംഗ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ദ ലീസ്റ്റ് കൗണ്ടഡ് ഇൻ ദ നേഷൻ. എന്നാൽ കറന്റ് ചലഞ്ചസ് നോക്കുകയാണെങ്കിൽ എന്താ, ഇന്ത്യയിലെ വെൽത്ത് ഈ സൂപ്പർ മൈനോറിറ്റിയുടെ കീഴിലാണ്. ഈ സൂപ്പർ മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? 1% ആണ് സൂപ്പർ മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇവരാണ് രാജ്യത്തിന്റെ 40% വെൽത്തും കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ എന്താണ്, ഈ വെൽത്ത് എന്ന് പറയുന്നത് ഈ സൂപ്പർ മൈനോറിറ്റിയുടെ കൺട്രോൾ ആണ്. അതുകൊണ്ട് തന്നെ എന്താ, പോളിസി കാര്യങ്ങളെല്ലാം ഇവരാണ് കൺട്രോൾ ചെയ്യുന്നത്. എന്നാൽ ഈ മെജോറിറ്റി ആയിട്ടുള്ള പൂവർ ആയിട്ടുള്ള ആൾക്കാരുടെ പ്രശ്നം എന്താണ്? അവരെന്തൊക്കെയാണ് നേരിടുന്നത്? ഇൻഫ്ലേഷൻ, അൺഎംപ്ലോയ്മെന്റ്, ഡിപ്രിവേഷൻ, മാൽനറിഷ്മെന്റ്, ഇതൊക്കെയാണ് അവർ നേരിടേണ്ടതായിട്ട് വരുന്നത്. ഒരു മാർക്കറ്റ് ഡ്രിവൻ എക്കോണമി നോക്കുകയാണെങ്കിൽ എന്താണ്, അൺസ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ എന്താണ് ഈ ഒരു കോമ്പറ്റീഷനിൽ നിന്ന് പുറത്തു പോകേണ്ടതായിട്ട് വരുന്നു. അതുപോലെ തന്നെ ഫാർമേഴ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ എന്താണ്, അഗ്രികൾച്ചർ സസ്റ്റൈനബിലിറ്റി ഇഷ്യൂസ്, സൂയിസൈഡ്സ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നിയോ ലിബറൽ പോളിസീസ് എന്ന് വെച്ചാൽ എന്താണ്, ഇത് മാർക്കറ്റ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഗവൺമെന്റിന്റെ സ്പെൻഡിങ് ഇവിടെ കുറവാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, എക്കോണമിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ എന്താണ്, സ്റ്റാഗ്നേഷൻ ആണ് ഇവിടെ ഉള്ളത്. ഇതാണ് കറന്റ് ചലഞ്ചസ് എന്ന് പറയുമ്പോൾ. അതായത് ഒരു ഡെമോക്രാറ്റിക് ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്, നിലവിലുള്ള പ്രശ്നങ്ങളെ റേസ് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. അത് ഗവൺമെന്റിന്റെ എന്തെങ്കിലും ഇഷ്യൂസ് വരുവാണെങ്കിൽ അത് തുറന്നു പറയാം എന്നുള്ളതാണ്. എന്നാൽ കറന്റ് ട്രെൻഡ് എന്താണ്, അങ്ങനെ പറയുന്നവരെ എന്തായിട്ടാണ് ലേബൽ ചെയ്തേക്കുന്നത്? ആന്റി നാഷണൽ എന്നാണ് ലേബൽ ചെയ്തിരിക്കുന്നത്. വാലിഡ് ഡിസെന്റ് റിഫോംഡ് ആസ് ത്രെറ്റ് ടു നാഷണൽ ഇന്റഗ്രിറ്റി. അതായത് എന്താണ്, ആന്റി നാഷണൽ ആയിട്ടാണ് ഇവരെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നത്. എന്നാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഡെമോക്രാറ്റിക് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടോ അത് കറക്റ്റ് ആയിട്ട് റേസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഒരു ഡിവിസി പൊളിറ്റിക്സ് എന്ന് നോക്കിയാൽ എന്താണ്, അതായത് മെജോറിറ്റി ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിലുള്ളവരാണ് എന്താണ് ഈ പറഞ്ഞ നാഷണലിസം കൊണ്ടുപോകുന്നത്. അപ്പൊ എന്താ, മൈനോറിറ്റി ഉള്ള ആൾക്കാർ എന്താ ഫേസ് ചെയ്യുന്നത്? പോളറൈസേഷൻ, മൈനോറിറ്റി അസേർഷൻസ്, ഐഡന്റിറ്റി ബേസ്ഡ് വയലൻസ് ഒക്കെയാണ് അവർ ഫേസ് ചെയ്യുന്നത്. അതായത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ നാഷണലിസത്തിന് എതിരാണ് എന്ത്, ഈ ഡിവിസി പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാല്. ഓക്കെ, ക്ലിയർ ആകുന്നുണ്ടോ? ഓക്കെ, അടുത്തെന്താ, കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ആൻഡ് ഫെഡറലിസം. ഇതിലെന്താ പറയുന്നത് വെച്ചാല്, കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, കോപ്പറേറ്റീവ് ഫെഡറലിസം ആണ്. കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് വെച്ചാൽ സ്റ്റേറ്റും യൂണിയനും എന്താണ് ഒരുപോലെ പ്രവർത്തിക്കുന്നതിനെയാണ്. അതായത് ഇപ്പം യൂണിയൻ നോക്കുകയാണെങ്കിൽ ഡിഫൻസ്, ഫോറിൻ അഫയേഴ്സ് ഒക്കെ യൂണിയൻ നോക്കും. സ്റ്റേറ്റിന്റെ ആണെങ്കിൽ പബ്ലിക് ഓർഡർ, അഗ്രികൾച്ചർ, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ് ആയിരിക്കും നോക്കുന്നത്. രണ്ടുപേർക്കും ചേർന്ന് പ്രവർത്തിക്കാനായിട്ടുള്ള കാര്യങ്ങൾ, അതിനെയാണ് കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്നത്. ഇപ്പൊ ഡോക്ടർ BR അംബേദ്കർ പറയുന്നത് എന്താണ്, യൂണിയൻ എന്ന് പറയുന്നത് എന്താണ്, ലീഗ് ഓഫ് സ്റ്റേറ്റ്സ് അല്ല. ഇപ്പൊ US പോലെ ലീഗ് ഓഫ് സ്റ്റേറ്റ്സ് അല്ല എന്നാണ് പറയുന്നത്. അതുപോലെ സ്റ്റേറ്റ്സ് എന്താണ്, സ്റ്റേറ്റ്സിനും സ്വന്തമായിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെതായ റെസ്പോൺസിബിലിറ്റീസും ഡ്യൂട്ടീസും ഉണ്ടെന്നാണ് പറയുന്നത്. ട്രെൻഡ്സ് ഓഫ് സെൻട്രലൈസേഷൻ നോക്കുകയാണെങ്കിൽ എന്താ, ഇപ്പൊ എന്താ, 1 നേഷൻ 1 ഇലക്ഷൻ പ്രപ്പോസലൊക്കെ വന്നിട്ടുണ്ട്. ഇതുവഴി എന്ത് ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഇതുവഴി നമുക്ക് എലക്ഷൻസ് ഒക്കെ എന്താണ്, സ്റ്റേറ്റും യൂണിയൻ എലക്ഷൻസും കാര്യങ്ങളൊക്കെ എന്താണ് ഒരുമിച്ച് നടത്താം. ഈ ഒരുമിച്ച് നടത്തുന്നത് വഴിയുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇപ്പം ഈ ഒരുമിച്ച് നടത്തുന്ന വഴി ഈ ഒരു 5 വർഷ കാലാവധിയൊക്കെ എന്താണ് പല സ്റ്റേറ്റിലും കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. അതൊരു റിസ്ക് ആണ്. അതുപോലെ തന്നെ എന്താണ്,
ഇറ്റ് റെഡ്യൂസസ് സ്റ്റേറ്റ്സ് ടു അഡ്മിനിസ്ട്രേറ്റീവ് ഇംപ്ലിമെന്റ്സ് ഓഫ് ദ സെന്റർ. അതുപോലെ എന്താണ് സെൻട്രൽ ഏജൻസീസ്, അതായത് NIA, അതുപോലെ എന്താണ് ED പോലുള്ള സെൻട്രൽ ഏജൻസീസ് ഒക്കെ ഉണ്ടല്ലോ, അതിനെ വെപ്പൺ ആയിട്ട് യൂസ് ചെയ്യുന്നു. അതായത് ഓപ്പോസിറ്റ് വരുന്ന സ്റ്റേറ്റ്സിനെയൊക്കെ ഈ സെൻട്രൽ ഏജൻസീസ് അതിനെ മുൻനിർത്തി അതിനെ ഒരു വെപ്പൺ ആയിട്ട് യൂസ് ചെയ്യുന്നു. ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല്, ഈ പറഞ്ഞ സെൻട്രൽ ഏജൻസീസ്, ഇലക്ഷൻ കമ്മീഷൻ, ED, ഗവർണേഴ്സ് ഓഫീസ്, ഇതൊക്കെ എന്താണ്, ഇതിന്റെയൊക്കെ ഒരു ഇൻഡിപെൻഡൻസ് ആണ് ഇവിടെ വീക്കൻ ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ മിസ്യൂസ് ഓഫ് ഗവർണേഴ്സ് പവർ, ഗവർണറിന്റെ പവർ എന്താണ് മിസ്യൂസ് ചെയ്യുന്നത്. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റോൾ വെച്ച് നോക്കുകയാണെങ്കിൽ എയ്ഡ് ആൻഡ് അഡ്വൈസ് ആർട്ടിക്കിൾ 163 പ്രകാരം എന്താണ് ഗവർണർ സ്റ്റേറ്റ് പറയുന്ന ചില ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് എന്താണ് സ്റ്റേറ്റ് ബിൽസ് വരും, അപ്പൊ എന്താ അത് സാങ്ഷൻ ചെയ്ത് തരുക എന്നുള്ളത്. എന്നാൽ ഗവർണർക്ക് എന്താ ഈ പറഞ്ഞ പോലെ അത് വിത്ത്ഹോൾഡ് ചെയ്യാം, അതായത് സൈൻ ചെയ്ത് അല്ലെങ്കിൽ അത് പാസ്സാക്കാതെ അതിനെ പിടിച്ചു നിർത്താം. ഈ പിടിച്ചു നിർത്തുന്ന വഴി എന്താണ് പോളിസി ബ്ലോക്കിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പം ചാൻസലറുടെ കാര്യം നോക്കുമ്പോൾ ഈ ചാൻസലറെ റിക്രൂട്ട് ചെയ്യുന്നതൊക്കെ ക്യാൻസൽ ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ് റെഫ്യൂസ്ഡ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി റെക്കമെൻഡേഷൻസ്, ഇതെല്ലാം എന്താണ് തടഞ്ഞു വെക്കുന്ന വഴി അല്ലെങ്കിൽ ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യുന്ന വഴി എന്താണ് കോസ് ചെയ്യുന്നത്? അക്കാഡമിക് പാരലൈസ്, റിഫോംസ് ഡിലേ, അൺസർട്ടനിറ്റി ഫോർ സ്റ്റുഡൻസ് ഓർ ടീച്ചേഴ്സ്, ഇതൊക്കെയാണ് ഇത് കോസ് ചെയ്യുന്നത്, ഈ ഒരു ഗവർണറിന്റെ പവർ മിസ്യൂസ് ചെയ്യുന്നത് വഴി. ഇതിന്റെ ഒരു ഇമ്പാക്ട് എന്താണ്? ഈ ഗവർണേഴ്സ് ഓഫീസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പൊളിറ്റിക്കൽ വീറ്റോ ആണ്, നോട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ്. ഓക്കെ. നമുക്ക് അടുത്ത നോക്കേണ്ടതെന്ന് വെച്ചാൽ UPSC റിലവന്റ് ആയിട്ടുള്ള കുറച്ച് കീ ടേംസ് ഒക്കെയാണ്. അതെന്താണെന്ന് നോക്കാം. ഒന്നാമത്തേത് കോപ്പറേറ്റീവ് ഫെഡറലിസം, അതായത് യൂണിയനും സ്റ്റേറ്റിനും എന്താണ് സെപ്പറേറ്റ് ആയിട്ടുള്ള പവേഴ്സ് ഉണ്ട്. അതായത് ഓരോരോ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റിയും ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടാണ് കോപ്പറേറ്റീവ് ഫെഡറലിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെജോറിറ്റേറിയൻ പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ എന്താണ്? അവരുടെ ഒരു ഐഡിയോളജി എന്ന് വെച്ചാൽ എന്താ? പ്രയോറിറ്റൈസിങ് ദ ഇൻട്രസ്റ്റ് ആൻഡ് ഐഡന്റിറ്റി ഓഫ് ദ മെജോറിറ്റി റിലീജിയസ് ഓർ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഓവർ മൈനോറിറ്റീസ്. ഇത് UPSC റിലവൻസ് എന്താണ്? അതായത് ഇത് ചലഞ്ച് ചെയ്യുന്നു. എന്ത്? ചലഞ്ചസ് ടു സെക്യുലറിസം, ഫ്രറ്റേണിറ്റി ആൻഡ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഓക്കെ. ഇനി നിയോ ലിബറൽ പോളിസീസ് എന്ന് വെച്ചാൽ ഇവിടെ മാർക്കറ്റ് ആയിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. ഗവൺമെന്റിന്റെ സ്പെൻഡിങ് ഇവിടെ കുറവായിരിക്കും. നമ്മൾ എഡിറ്റോറിയലിന്റെ ഭാഗത്തിൽ അത് പറഞ്ഞിരുന്നു. ഓക്കെ. അതുപോലെ തന്നെ വെപ്പണൈസേഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇപ്പൊ സെൻട്രൽ ഏജൻസീസ് ആയ ED, CBI, NIA പോലുള്ള ഈ സെൻട്രൽ ഏജൻസീസ് ഇവരൊക്കെ എന്താണ് ഇൻഡിപെൻഡന്റ് ബോഡിയാണ്. അപ്പൊ ഈ ഇൻഡിപെൻഡന്റ് ബോഡിയെ ഒരു വെപ്പൺ ആയിട്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ. അതുപോലെ അടുത്ത വരുന്നതാണ് വൺ നേഷൻ വൺ എലക്ഷൻ. വൺ നേഷൻ വൺ എലക്ഷൻ എന്ന് വെച്ചാൽ ഇപ്പൊ ഈ ലോക്സഭ എലക്ഷൻ, സ്റ്റേറ്റ് എലക്ഷൻസ് ഒക്കെ എന്താണ് ഒരുമിച്ച് നടത്തുക എന്നുള്ളത്. ഇതുവഴി എന്താണ് നമുക്ക് ഈ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ക്യാമ്പയിൻ കാര്യങ്ങളൊക്കെ അതൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ എന്താണ് ഇതിലൊരു റിസ്ക് ആയിട്ട് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? ഈ 5 വർഷത്തെ ആ ഒരു മാൻഡേറ്റ് പല സ്റ്റേറ്റുകളിലും കുറയും. അതാണ് ഇവിടെ ഒരു എന്താണ് ഒരു ആർഗ്യുമെന്റ് അഗെയിൻസ്റ്റ് ആയിട്ട് ഈ ഒരു പ്രപ്പോസലിൽ വരുന്നത്. ഓക്കെ. അടുത്ത എന്താണ്? എയ്ഡ് ആൻഡ് അഡ്വൈസ് ക്ലോസ്. അതായത് എന്താണ് ഇപ്പൊ ഗവർണറിന് എന്താണ് ആർട്ടിക്കിൾ 163 ആൻഡ് 164. ആർട്ടിക്കിൾ 163 പ്രകാരം എന്താണ് ഗവർണർക്ക് സ്റ്റേറ്റിന് ചെയ്തു കൊടുക്കേണ്ട കുറച്ച് ഡ്യൂട്ടീസും കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. എന്നാൽ 64 പറയുന്നത് എന്താണ്? അപ്പോയിന്റ്മെന്റ് ഓഫ് മിനിസ്റ്റേഴ്സിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഗവർണറുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അടുത്ത എന്താണ്? ഗവർണേഴ്സ് അസെന്റ് ടു ബിൽ. ആർട്ടിക്കിൾ 200 പ്രകാരം എന്താണ്? ഗവർണർ മേ അസെന്റ്, വിത്ത്ഹോൾഡ് ഓർ റിസർവ് ഫോർ പ്രസിഡന്റ്സ് കൺസിഡറേഷൻ. സ്റ്റേറ്റിന്റെ ഒരു ബില്ല് വരുമ്പോൾ എന്താണ് ഗവർണർക്ക് അത് അസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ വിത്ത്ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്താ പ്രസിഡന്റിന്റെ കൺസിഡറേഷന് വേണ്ടിയിട്ട് റിസർവ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അടുത്ത എന്താണ്? പോപ്പുലർ കോൺസ്റ്റിറ്റ്യൂഷണലിസം. ഇതെന്ന് വെച്ചാൽ ഒരു ഗവർണൻസ് അപ്രോച്ച് ആണ്. വേർ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ആർ അപ്ഹെൽഡ് ബൈ പീപ്പിൾസ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് അപ്ഹെൽഡ് ചെയ്യുന്നു പീപ്പിൾസ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷനും അതുപോലെ എന്താണ് പൊളിറ്റിക്കൽ കൾച്ചറും വഴി, അല്ലാതെ കോർട്ടോ ഗവൺമെന്റോ അല്ല. ഇതിനെയാണ് എന്ത് പോപ്പുലർ കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? ഡിസെന്റ് ആസ് ഡെമോക്രാറ്റിക് ഡ്യൂട്ടി. അതായത് ഇപ്പൊ ഗവൺമെന്റിന്റെ പോളിസീസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു സോഷ്യൽ കൺസേൺ കാര്യങ്ങളൊക്കെ എന്താണ് എക്സ്പ്രസ് ചെയ്യുക, എന്താണ് ഇഷ്യൂസ് എന്നുള്ളത് റേസ് ചെയ്യുക, അതെന്ന് പറയുന്നത് ഒരു ഡെമോക്രാറ്റിക് ഡ്യൂട്ടി ആണ്. എന്നാൽ നിലവിൽ ഇതിനെ എന്താണ് ആന്റി നാഷണൽ ആയിട്ടാണ് കണക്കാക്കുന്നത്. നമ്മളുടെ
റൈറ്റിലുള്ളതാണ്. ആർട്ടിക്കിൾ 19 ക്ലോസ് 1A പറയുന്നുണ്ട് എന്താ, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. പക്ഷേ നമ്മളിങ്ങനെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ചെയ്താൽ ഇപ്പൊ നിലവിലത്തെ ഒരു ട്രെൻഡ് വഴി എന്താണ്, നമ്മളെ ആന്റി നാഷണൽ ആയിട്ടാണ് കണക്കാക്കുന്നത്. അടുത്ത കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി, അതായത് adherence to the spirit of constitution, principles like liberty, equality, fraternity ഇതിനെയാണ് എന്ത്, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് കീ ടേംസ്. ഓക്കെ, മെയിൻസ് നോക്കുകയാണെങ്കിൽ GS പേപ്പർ 2 പൊളിറ്റി, ഗവേണൻസ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. ടോപ്പിക്സ് എന്താ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഫെഡറലിസം, റോൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസേഴ്സ്, സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, പ്രഷർ ഗ്രൂപ്പ്സ്, ഇഷ്യൂസ് ആൻഡ് ചാലഞ്ചസ് ഇൻ ദ ഫെഡറൽ സ്ട്രക്ചർ. GS പേപ്പർ 3 ആണെങ്കിൽ എക്കോണമി ആൻഡ് അഗ്രികൾച്ചർ. ടോപ്പിക്സ് ഏതൊക്കെയാണ്, ഇൻക്ലൂസീവ് ഗ്രോത്ത്, ഫാം ഡിസ്ട്രസ്, ഇമ്പാക്ട് ഓഫ് നിയോ ലിബറൽ പോളിസീസ്, ഇതൊക്കെയാണ് വരുന്നത്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, അതുപോലെ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് രണ്ടും പ്രാക്ടീസ് ചെയ്യുക, ഈ എഡിറ്റോറിയൽ നന്നായിട്ട് വായിക്കുക, അതുപോലെ ആ കീ ടേംസും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കുക. ഓക്കെ, അടുത്ത ന്യൂസ് നോക്കാം. സെറിമോണിയൽ ഹെഡ്സ്. ഇതിൽ എന്താ പറയുന്നത് വെച്ചാൽ, നമ്മൾ ആദ്യത്തെ ന്യൂസിലെ പറഞ്ഞ എന്താണ്, അതായത് ഗവർണർക്ക് സ്റ്റേറ്റിന് വേണ്ടിയിട്ട് കുറച്ച് റെസ്പോൺസിബിലിറ്റീസും ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അത് കറക്റ്റ് ആയിട്ട് നടക്കുന്നില്ല. സ്റ്റേറ്റ് ബിൽസ് എന്താണ് കൃത്യമായിട്ട് അസെൻഡ് ചെയ്ത് തരുന്നില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതായത് ഈ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി കാര്യങ്ങൾ അതിൻ്റെയൊക്കെ റണ്ണിങ്ങിലൊക്കെ ബ്ലോക്ക് വരുത്തുകയാണ്, ഈ പറഞ്ഞ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും കൃത്യമായിട്ട് ചെയ്യാത്തത് വഴി. ഇതിലെന്താ, കോടതി വരെ ഇടപെട്ടിട്ടുണ്ട്. അതാണ് ഈ ഒരു ന്യൂസിൽ പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിൽ കീ ഡെവലപ്മെന്റ്സ് നോക്കുകയാണെങ്കിൽ സുപ്രീം കോർട്ട് റൂളിംഗ്, അതായത് തമിഴ്നാട് യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു 10 ബില്ലോളം എന്താണ് ഗവർണർക്ക് അസെന്റിന് വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ വീറ്റോ പവർ ഉപയോഗിച്ച് അദ്ദേഹം അത് വിത്ത്ഹോൾഡ് ചെയ്ത് വെച്ചു. അതെന്താണ്, കോർട്ട് സ്ട്രക്ക് ഡൗൺ ചെയ്തു. എന്നിട്ട് കോർട്ട് എന്താണ് പറഞ്ഞത്, ഒരു സ്പെസിഫൈഡ് ടൈം കൊടുത്തു. ഈ ടൈമിനുള്ളിൽ ഒന്നെങ്കിൽ അത് അസെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ആ ബില്ല് റിട്ടേൺ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താണ്, ഈ ഒരു സ്പെസിഫൈഡ് ടൈമിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതെ പ്രസിഡന്റിന്റെ റിസർവിലേക്ക് മാറ്റുകയാണെങ്കിൽ എന്താണ്, അത് യൂസ്ലെസ് ആണ് എന്നാണ് പറയുന്നത്. ഈ പറഞ്ഞിരിക്കുന്നത് റീസെന്റ് ഇൻസിഡൻസ് ആണ് ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഇൻസിഡൻസ് ഒക്കെ ഒന്ന് നോക്കുക. ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ കൊളോണിയൽ ഒറിജിൻ, ഗവർണേഴ്സ് റോൾ ആസ് ചാൻസലർ ഓഫ് യൂണിവേഴ്സിറ്റി ഇൻട്രോഡ്യൂസ് ടു എൻഷുർ ബ്രിട്ടീഷ് കൺട്രോൾ ആൻഡ് പ്രസ്റ്റീജ്. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് നോക്കുകയാണെങ്കിൽ എന്താ, role retained to safeguard against separatist tendencies. Many states still keep governor as chancellor to maintain symbolic autonomy. Current issue നോക്കുകയാണെങ്കിൽ എന്താ, governors act as central government proxies with political or ideological agendas. Draft UGC regulation propose നോക്കുകയാണെങ്കിൽ എന്താണ്, removing state role in vice chancellor selection, vesting full power in chancellor. കോൺട്രാഡിക്ഷൻ നോക്കുകയാണെങ്കിൽ കോൺട്രാഡിക്ഷൻ വിത്ത് NEP 2020 ഗോൾ ഓഫ് ഗ്രേറ്റർ യൂണിവേഴ്സിറ്റി ഓട്ടോണമി. ഇതാണ് കറന്റ് ഇഷ്യൂ ആയിട്ട് വരുന്നത്. അതായത് എന്താ, ഗവർണർ എന്ന് പറയുന്ന ഒരു സെൻട്രൽ ഗവൺമെന്റ് പ്രോക്സി ആയിട്ടാണ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുവഴി ഉണ്ടാകുന്ന കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളാണ് നിലവിൽ റീസെന്റ് ആയിട്ട് നടക്കുന്ന ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ. ഇനി UPSC റിലവന്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ എന്താ, ആർട്ടിക്കിൾ 153 to 162 ഗവർണറിന്റെ റോളും പവേഴ്സും ആണ് പറയുന്നത്. അതുപോലെ ആർട്ടിക്കിൾ 200 എന്താ പറയുന്നത്, ഗവർണേഴ്സ് അസെന്റ് ടു ബിൽസ് ആണ് പറയുന്നത്. ഓക്കെ, ഇനി GS ലോക്ക് നോക്കുകയാണെങ്കിൽ GS പേപ്പർ 2 പൊളിറ്റി, സെന്റർ സ്റ്റേറ്റ് റിലേഷൻസ്, ഗവർണേഴ്സ് റോൾ, എഡ്യൂക്കേഷൻ പോളിസി, ഫെഡറലിസം, ഇതൊക്കെയാണ് മെയിൻസിലേക്ക് വരുന്നത്. അപ്പൊ എന്തായാലും ഈ ന്യൂസ് ഒക്കെ നന്നായിട്ട് നോക്കുക. പറഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം നോക്കി കൃത്യമായിട്ട് തന്നെ നോക്കാം. അടുത്ത ന്യൂസ് എന്താന്ന് നോക്കാം. ഷുഡ് HIV ഓർ AIDS ടെസ്റ്റിംഗ് ബി മെയ്ഡ് മാൻഡേറ്ററി ബിഫോർ മാരേജ്. അതായത് മെഗാലയാസ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ മിനിസ്റ്റർ പറഞ്ഞ എന്താണ്, മാരേജിന് മുമ്പ് HIV അല്ലെങ്കിൽ AIDS ടെസ്റ്റ് മാൻഡേറ്ററി ആയിട്ട് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. എന്നാൽ ഇതിൽ കൺസേൺ ആയിട്ട് വരുന്നത് എന്താണ്, പബ്ലിക് ഹെൽത്ത്, ഹ്യൂമൻ റൈറ്റ്സ്, സ്റ്റിഗ്മ, ഫ്രീ വിൽ, ഇംപ്ലിമെന്റേഷൻ, ഫീസിബിലിറ്റി ഒക്കെയാണ് ഈ ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ടെസ്റ്റിന്റെ കൺസേൺ ആയിട്ട് ഉയർന്നു വരുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ലീഗൽ ഫ്രെയിംവർക്ക് HIV ആൻഡ് AIDS ആക്ട് 2017 പ്രകാരം പറയുകയാണെങ്കിൽ എന്താ, ഇപ്പൊ ഈ HIV ടെസ്റ്റ് ചെയ്യുന്ന ആളുടെ ഒരു കൺസെന്റോട് കൂടി, അതുപോലെ തന്നെ ഒരു പ്രീ ടെസ്റ്റ് കൗൺസിലിംഗും മാൻഡേറ്ററി ആയിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് പേഷ്യന്റിന്റെ കൺസെന്റോട് കൂടിയും അതുപോലെ അതിന്റെ ടെസ്റ്റ് റിസൾട്ട് കോൺഫിഡൻഷ്യലും ആയിരിക്കും. എന്നാൽ നിലവിലെ പ്രശ്നം എന്താണ്, ഉറപ്പായിട്ടും ചെയ്തിരിക്കണമെന്നാണ്. പേഷ്യന്റിന്റെ കൺസേൺ പറയുന്നില്ല, ഉറപ്പായിട്ടും ടെസ്റ്റ് ചെയ്തിരിക്കണം. അതാണ് നിലവിലുള്ള കൺസേണും നിലവിലുള്ള ഇഷ്യൂ ഈ ഒരു
ആക്ടും വഴിയുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഈ ഒരു ആക്ട് പ്രകാരം എന്താണ്? പ്രൊഹിബിറ്റ്സ് ഡിസ്ക്രിമിനേഷൻ, HIV പോസിറ്റീവ് സ്റ്റേറ്റസ് നോട്ട് എ ബാർ ടു മാരേജ്, പ്രൊമോട്ട് സേഫ് സെക്സ് പ്രാക്ടീസസ്. ഓക്കെ, ഇവിടുത്തെ കീ പൊസിഷൻസ് എന്താണ് നോക്കാം. അതായത് ഇതൊരു രണ്ട് ഡിബേറ്റ് ആയിട്ട് ആലോചിക്കുക. അതായത് മാൻഡേറ്ററി ടെസ്റ്റിങ്ങിന് എതിരെയും അതുപോലെ മാൻഡേറ്ററി ടെസ്റ്റിംഗ് വേണം എന്നുള്ള രണ്ട് സെക്ഷൻസ് ആണ്. ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ 2017 ആക്ടിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. എന്താണ്? കൺസെന്റോട് കൂടിയും അതുപോലെ റിസൾട്ട് എന്താണ്? കോൺഫിഡൻഷ്യൽ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇതിനെ വയലേറ്റ് ചെയ്യുകയാണ് ഇവിടെ. അതുപോലെ എന്താണ്? ART, ആന്റി റിട്രോവൈറൽ ട്രീറ്റ്മെന്റ്, റെഡ്യൂസസ് വൈറൽ ലോഡ് ടു അൺഡിറ്റക്റ്റബിൾ ഇൻ 2 to 3 months. അതായത് ഈ ടൈമിൽ എന്താണ്? നമുക്ക് വൈറസ് ഡിറ്റക്ട് ചെയ്യത്തില്ല, അതുകൊണ്ട് തന്നെ എന്താണ്? സെക്ഷൽ ട്രാൻസ്മിഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. U = U പ്രിൻസിപ്പിൾ, അൺഡിറ്റക്റ്റബിൾ ഈക്വൽ ടു അൺട്രാൻസ്മിറ്റബിൾ എന്നാണ് പറയുന്നത്. പബ്ലിക് ഹെൽത്ത് നോക്കുകയാണെങ്കിൽ എന്താ? ടാർഗറ്റഡ് വോളണ്ടറി ടെസ്റ്റിംഗ് വിത്ത് കൺസെന്റ് പ്ലസ് കോൺഫിഡൻഷ്യലിറ്റി ഈസ് മോർ എഫക്റ്റീവ്. ഇവിടുത്തെ ഒരു റിസ്ക് ആയിട്ട് പറയുന്നത് എന്താണ്? വിൻഡോ പീരീഡ്. വിൻഡോ പീരീഡ് എന്ന് വെച്ചാൽ HIV പോസിറ്റീവ് ആയിട്ടുള്ള ഒരാള്, അപ്പൊ ഇതൊരു ഡിറ്റക്ട് ചെയ്യാൻ എടുക്കുന്ന ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, ഈ ഒരു ഗ്യാപ്പിനെയാണ് വിൻഡോ പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് അദ്ദേഹം ടെസ്റ്റ് ചെയ്താൽ എന്താണ്? നെഗറ്റീവെന്നേ കാണിക്കത്തുള്ളൂ, പക്ഷെ മേ ബി എന്താണ്? അത് പോസിറ്റീവ് ആയിരിക്കാം. അപ്പൊ ഈ സമയത്ത് എന്താണ്? ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ബെസ്റ്റ് പ്രാക്ടീസ് എന്താണ്? ലേൺ ഫ്രം സദേൺ സ്റ്റേറ്റ്സ് ആൻഡ് മഹാരാഷ്ട്ര, വൈഡ് വോളണ്ടറി ടെസ്റ്റിംഗ് പ്ലസ് ലിങ്കിങ് ടു ART. ഇനി മാൻഡേറ്ററി ടെസ്റ്റിംഗിലോട്ട് വരുവാണെങ്കിൽ എന്താണ്? പ്രിവെന്റ്സ് കൺസീൽമെന്റ് ഓഫ് HIV സ്റ്റേറ്റസ് ബിഫോർ മാരേജ്, സേഫ് ഗാർഡ് സ്പൗസ് ആൻഡ് ചിൽഡ്രൻ. അതായത് എന്താണ്? ഈ ഒരു ടെസ്റ്റ് ചെയ്താൽ എന്താണ്? സ്പൗസ് അതുപോലെ ചിൽഡ്രൻസിനൊക്കെയാണ് സേഫ്റ്റി ആണ് ഇൻഷുർ ചെയ്യുന്നത്. റീജിയണൽ കോണ്ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലൊക്കെ എന്താണ്? 64% ആണ് എന്ത് ഡ്രഗ്സ് യൂസ് വഴി ഇൻഫെക്റ്റ് ആയിരിക്കുന്നത് HIV. കൂടുതലും എന്താണ്? ആണുങ്ങൾക്കാണ് ഉണ്ടായിരിക്കുന്നത്. സോഷ്യൽ പ്രാക്ടീസ് നോക്കുകയാണെങ്കിൽ എന്താണ്? കോണ്ടം സ്റ്റിഗ്മ, എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻസ്, കോഹാബിറ്റേഷൻ ഒക്കെ എന്താണ്? ഹയർ വൾണറബിലിറ്റി ആണ്. ഇംപ്ലിമെന്റേഷൻ വ്യൂ നോക്കുകയാണെങ്കിൽ എന്താ? മാൻഡേറ്ററി ടെസ്റ്റിംഗ് വിത്ത് കൗൺസിലിംഗ് ക്യാൻ ബി എഫക്റ്റീവ് ഡിസ്പൈറ്റ് കൾച്ചറൽ ബാരിയേഴ്സ്. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു ഡിബേറ്റിന്റെ രണ്ട് പാർട്ടിലും പറയുന്നത്. ചലഞ്ചസ് ആൻഡ് കൺസേൺ നോക്കുകയാണെങ്കിൽ എന്താണ്? ഇപ്പൊ ഈ സെക്സ് വർക്കേഴ്സ് അല്ലെങ്കിൽ ഡ്രഗ് യൂസ് ചെയ്യുന്നവർക്കൊക്കെയാണ് HIV എന്നാണ് ഇപ്പോഴും കരുതിയിരിക്കുന്നത്. അപ്പൊ അത് ഒരു തെറ്റായ ധാരണയാണ്. അതുപോലെ തന്നെ എന്താണ്? ഈ പറഞ്ഞ കോണ്ടം യൂസ് ചെയ്യുന്നതൊക്കെ എന്താണ്? റിലീജിയസ് ഗ്രൂപ്പുകാരെ ഇതിനെ എതിർക്കാണ് ചെയ്യുന്നത്. ഇംപ്ലിമെന്റേഷൻ ഗ്യാപ്സ് നോക്കുകയാണ്. ഡിഫിക്കൽട്ടി ഇൻ എൻഫോഴ്സിംഗ് HIV ആക്ട് ഇൻ സർട്ടൈൻ സ്റ്റേറ്റ്സ്. ഓക്കെ, ഇനി ഒരു വേ ഫോർവേഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ എന്താ? അവയർനെസ് വരുത്തുക. എന്ത്? ഇപ്പൊ ഈ U = മെസ്സേജ് കൊടുക്കുക, നോർമലൈസ് HIV ആസ് എ കൺട്രോളബിൾ കണ്ടീഷൻ, ഇനി കൗൺസിലിംഗ് ക്വാളിറ്റി, കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ്, പോളിസി അപ്രോച്ച്, ഫോക്കസ് ഓൺ വോളണ്ടറി കൺസെന്റ് ബേസ്ഡ് ടെസ്റ്റിംഗ്, സ്ട്രെങ്തൻ ART ആക്സസ്. ഓക്കെ, മെയിൻസിലേക്ക് നോക്കുകയാണെങ്കിൽ GS പേപ്പർ 2, GS പേപ്പർ 4ലാണ് പറയുന്നത്. 2ൽ എന്താണ്? ഹെൽത്ത് പോളിസി, റൈറ്റ്സ് ബേസ്ഡ് ഗവർണൻസ്, ഇംപ്ലിമെന്റേഷൻ ചലഞ്ചസ്. GS പേപ്പർ 4ലാണെങ്കിൽ എത്തിക്സ് ഇൻ പബ്ലിക് ഹെൽത്ത്, ഓട്ടോണമി വിസിസ് വെൽഫെയർ. SA പേപ്പറിൽ നോക്കുകയാണെങ്കിൽ എന്താണ്? ഹെൽത്ത് സെക്യൂരിറ്റി വിസിസ് ഇൻഡിവിജ്വൽ ഫ്രീഡം ഓർ സ്റ്റിഗ്മ ഇൻ പബ്ലിക് ഹെൽത്ത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നന്നായിട്ട് തന്നെ മെയിൻസിന് വേണ്ടിയിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യുക, ന്യൂസ് നന്നായിട്ട് വായിക്കുക. അടുത്ത ന്യൂസ് എന്താന്ന് നോക്കാം. ഓൺലി യുണൈറ്റഡ് ആക്ഷൻ ക്യാൻ സ്റ്റോപ്പ് ദ ഹയാസിൻസ് ഇൻവേഷൻ. അതായത് ഈ വാട്ടർ ഹയാസിൻ എന്ന് പറയുന്നത് അതൊരു ടൈപ്പ് ഒരു നമ്മൾ വെള്ളത്തിലൊക്കെ കാണപ്പെടുന്ന ഒരു ചെടിയാണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു കൊളോണിയൽ ടൈംസിൽ ഒരു ഓർണമെന്റൽ പ്ലാന്റ് ആയിട്ടാണ് യൂസ് ചെയ്ത് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണ്? ഓവർ 2 lakh hectares ഓഫ് ഇൻലാൻഡ് വാട്ടേഴ്സ് ആർ അഫക്റ്റഡ്, സിവിയർലി ഇമ്പാക്ടിങ് ബയോഡൈവേഴ്സിറ്റി, ലൈവ്ലിഹുഡ്സ് ആൻഡ് ക്ലൈമറ്റ് റെസിലിയൻസ്. എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ വേമ്പനാട് ലേക്ക്, അതെന്താണ്? ഒരു റംസാർ വെറ്റ്ലാൻഡ് ആണ്, പക്ഷെ ഏറ്റവും മോശമായിട്ട് അഫക്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു പ്ലാന്റ് വഴി. ഓക്കെ, ഈ ഒരു ന്യൂസിന്റെ ഇമ്പാക്ട് എന്താന്ന് നോക്കുകയാണെങ്കിൽ ലൈവ്ലിഹുഡ്സ്, അതായത് ഫാമേഴ്സിന് ഈ ഒരു പറഞ്ഞ ഹയാസിൻസ് ഒക്കെ വാട്ടറിൽ വളരുന്ന വഴി എന്താണ്? ഫാമേഴ്സിന് ബ്ലോക്ക് ഇറിഗേഷൻ ഇൻ കുട്ടനാടിലെ എന്താണ്? ഇറിഗേഷൻ ഒക്കെ ബ്ലോക്ക് ചെയ്യുന്നു. അതുപോലെ എന്താണ്? ഇത് കാരണം എന്താണ്? അഗ്രികൾച്ചറൽ കോസ്റ്റ് കൂടുകയാണ് ചെയ്യുന്നത്. ഫിഷർമാനെ നോക്കുകയാണെങ്കിൽ എന്താണ്? ഫിഷിന്റെ പോപ്പുലേഷൻ കുറയുന്നു. ഈ നെറ്റ്, ബോട്ട് കാര്യങ്ങളൊക്കെ എന്താണ്? ഡാമേജ് ചെയ്യുന്നു. ബ്ലോക്സ് ആക്സസ് ടു ഫിഷിംഗ് ഗ്രൗണ്ട്സ്. എക്കോളജി സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്? ബ്ലോക്ക് സൺലൈറ്റ് ആൻഡ് ഓക്സിജൻ. ഇപ്പം ഇത് കംപ്ലീറ്റ് വാട്ടർ കാണാത്ത രീതിയിൽ ഇതിങ്ങനെ വളർന്നു കിടക്കുവാണല്ലോ, അപ്പൊ എന്താണ്? സൺലൈറ്റ്, ഓക്സിജൻ ഒക്കെ കടത്തിവിടുന്നതൊക്കെ ബ്ലോക്ക് ചെയ്യുന്നു. കിൽസ് അക്വാട്ടിക് ഫ്ലോറ ആൻഡ് ഫോണ, ഡിസ്റപ്റ്റ്സ് ഫുഡ് ചെയിൻ, ത്രെട്ടൻസ് എക്കോ ടൂറിസം ആൻഡ് ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട്. ഇതൊക്കെ വളർന്നു പിടിക്കുന്നതുകൊണ്ട് എന്താണ്?
ട്രാൻസ്പോർട്ട് ഒക്കെ പ്രശ്നമാകുന്നു. ഈ ബോട്ടുകളൊക്കെ പോകുന്നതും കാര്യങ്ങളൊക്കെ ഡാമേജ് ചെയ്യുന്നു. ക്ലൈമറ്റ് ചേഞ്ച് നോക്കുകയാണെങ്കിൽ എന്താണ്? ഡീകേ ഹയാസിൻത് റിലീസസ് മീതെയിൻ. ഇത് നശിക്കുന്ന വഴി എന്താണ്? മീതെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. കറണ്ട് റെസ്പോൺസ് ആൻഡ് ഗ്യാപ്സ് നോക്കുകയാണെങ്കിൽ ഐസൊലേറ്റഡ് ലോക്കൽ ഇന്നോവേഷൻസ് ഒക്കെ ഉണ്ട്. അതായത് അങ്ങാട്ട് ചെറിയ ചെറിയ ഇന്നോവേഷൻസ് ഒക്കെ ഉണ്ട്. ഒഡീഷയിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് എന്താണ്? ഹാൻഡിക്രാഫ്റ്റ്സ്, ബാസ്ക്കറ്റ്, ഫർണിച്ചർ ഒക്കെ ഈ പറഞ്ഞ ഹയാസിന്ത് വെച്ച് മേക്ക് ചെയ്യുന്നുണ്ട്. ആസാമും വെസ്റ്റ് ബംഗാളും നോക്കുകയാണെങ്കിൽ എന്താ? പേപ്പർ, ബയോഗ്യാസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ചാൽ ഫ്രാഗ്മെന്റഡ് റെസ്പോൺസിബിലിറ്റീസ്, അതായത് അഗ്രികൾച്ചർ, ഫിഷറീസ്, എൻവയോൺമെന്റ്, ഇറിഗേഷൻ ഡെപ്സിലൊക്കെ. അതുപോലെ എന്താണ്? നോ നാഷണൽ പോളിസി ഓർ സിംഗിൾ പോയിന്റ് അക്കൗണ്ടബിലിറ്റി, ലാക്ക് ഓഫ് ലാർജ് സ്കെയിൽ മെക്കനൈസ്ഡ് റിമൂവൽ സ്യൂട്ടഡ് ടു ലോക്കൽ ലേബർ കണ്ടീഷൻസ്. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഈ ഒരു പ്ലാന്റ് വളരുന്ന വഴിയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, മെയിൻസിലേക്ക് നോക്കുകയാണെങ്കിൽ GS പേപ്പർ 3 ഇൻവാസീവ് ഏലിയൻ സ്പീഷ്യസ്, ബയോഡൈവേഴ്സിറ്റി ലോസ്, ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേഷൻ, സസ്റ്റൈനബിൾ ലൈവ്ലിഹുഡ്സ്. GS പേപ്പർ 1 എന്താ? ഇമ്പാക്ട് ഓൺ ജോഗ്രഫി ആൻഡ് ലോക്കൽ എക്കണോമീസ്. GS പേപ്പർ 2 ഗവർണൻസ് ആൻഡ് പോളിസി കോർഡിനേഷൻ. SAയിൽ നോക്കുകയാണെങ്കിൽ എന്താണ്? ബാലൻസിങ് എക്കോളജി ആൻഡ് എക്കോണമി ഓർ മാനേജിങ് ഇൻവാസീവ് സ്പീഷ്യസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അപ്പൊ നിങ്ങൾ ഈ ഒരു മെയിൻസിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുക, ന്യൂസ് നന്നായിട്ട് വായിക്കാം. ഓക്കെ.